നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും നിഗൂഢതകൾ നിറഞ്ഞ ഉത്തര കൊറിയയിൽ നിന്നും പുറത്തുവരുന്ന പുതിയ വാർത്തകൾ ലോക രാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്നതാണ്. ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസങ്ങൾക്ക് മറുപടിയായി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തന്റെ കൗമാരിക്കാരിയായ മകൾ കിം ജു എയ്ക്കൊപ്പം നേരിട്ട് യുദ്ധസന്നാഹങ്ങൾ വിലയിരുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. വെറുമൊരു സൈനിക സന്ദർശനം എന്നതിലുപരി കിം ജുവയെ രാജ്യത്തിന്റെ ഭാവി ഭരണാധികാരിയായി ഉയർത്തിക്കാട്ടാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. മാർച്ചിൽ നടന്ന ടാങ്ക് അഭ്യാസ പ്രകടനങ്ങളിലും മിസൈൽ പരീക്ഷണങ്ങളിലും പിതാവിനൊപ്പം ഒരേപോലെ കറുത്ത ലെതർ ജാക്കറ്റുകൾ ധരിച്ചെത്തിയ ജുവയുടെ സാന്നിധ്യം ഉത്തര കൊറിയയുടെ അധികാര കൈമാറ്റ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുകയാണ്. സൈനികാഭ്യാസങ്ങളുടെ ഭാഗമായി കിം ജോങ് ഉന്നും മകളും നേരിട്ട് ടാങ്കിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് ഉത്തര കൊറിയ ശ്രമിക്കുന്നത്. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാൻ കിം സൈന്യത്തിന് നൽകിയ ആഹ്വാനം മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. 10ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ കടലിലേക്ക് തൊടുത്തുകൊണ്ടും അത്യാധുനിക റോക്കറ്റ് ലോഞ്ചറുകളുടെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തിയും കൊറിയൻ ഉപദ്വീപിനെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കിം നയിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ സൈനിക നീക്കങ്ങളും അയത്തുള്ള അലി ഖമനേയിയുടെ വധവും ഉയർത്തുന്ന ആഗോള പ്രത്യാഘാതങ്ങൾക്കിടയിലാണ് കിം ഇത്തരമൊരു ശക്തി പ്രകടനം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏകദേശം 13 വയസ്സ് മാത്രം പ്രായമുള്ള കിം ജുവയെ 2022 നവംബർ മുതലാണ് പൊതുവേദികളിൽ കണ്ടു തുടങ്ങുന്നത്. അന്നു മുതൽ പ്രധാനപ്പെട്ട സൈനിക പരീക്ഷണങ്ങളിലും നയതന്ത്ര ചടങ്ങുകളിലും അവൾ പിതാവിനോടൊപ്പമുണ്ട്. ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കിം ജോങ് ഉന്നിന്റെ പിൻഗാമിയായി ജുവയെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരു പുരുഷാധിപത്യ സമൂഹമായ ഉത്തര കൊറിയയിൽ നിന്ന് ഒരു പെൺകുട്ടി അധികാരത്തിലെത്തുന്നത് അസാധാരണമാണ് എങ്കിലും കിമ്മിന്റെ കുടുംബത്തിന് നൽകപ്പെടുന്ന പൈക്തു രക്തപരമ്പര എന്ന പദവി അവൾക്ക് തുണയാകുന്നു. എന്നാൽ ഈ അധികാരോഹണം അത്ര എളുപ്പമാകില്ലെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കിം ജോങ് ഉന്നിന്റെ സഹോദരിയും രാജ്യത്തെ രണ്ടാമത്തെ ശക്തയായ നേതാവുമായ കിം യോ ജോങ്ങിൽ നിന്നും ജുവയ്ക്ക് ഭാവിയിൽ കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നേക്കാം. നിലവിൽ രാഷ്ട്രീയത്തിലും സൈന്യത്തിലും വലിയ സ്വാധീനമുള്ള 38-കാരിയായ കിം യോ ജോങ് ഭരണരംഗത്ത് തന്റെ കരുത്ത് തെളിയിച്ച വ്യക്തിയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള ഈ വടംവലി ഉത്തര കൊറിയയുടെ ആഭ്യന്തര സുസ്ഥിരതയെ എങ്ങനെ ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ആണവായുധങ്ങളുടെ വലിയ ശേഖരമുള്ള ഒരു രാജ്യത്ത് ഭരണമാറ്റത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ അത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും. സമാധാന ചർച്ചകളെ വഞ്ചനാപരമായ പ്രഹസനമെന്ന് വിളിച്ച് തള്ളിക്കളയുന്ന ഉത്തര കൊറിയയുടെ നിലപാട് വരും ദിവസങ്ങളിൽ മേഖലയെ കൂടുതൽ കലുഷിതമാക്കാനാണ് സാധ്യത. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.